അവൻ്റെ കൈയാൽ സാധിക്കുകയും ചെയ്യും. അവസാനം 2 വാക്യം ചേർന്ന് വായിക്കാം. നീതിമാനായ നീതിയിരിക്കും, അതുകൊണ്ട് ഞാൻ അവൻ്റെ മഹാന്മാരോട് ഓഹരി കൊടുക്കും, ബലവാന്മാരോട് പങ്കിടും. അവൻ്റെ പ്രാണനെ മരണത്തിലൊഴുക്കുകയും അനേകരുടെ പാപം വഹിച്ചും അതിക്രമക്കാരോട് സ്തോത്രം സ്തോത്രം. പരിശുദ്ധനായ ദൈവമേ, സ്വർഗസ്ഥ പിതാവേ, ഈ നല്ല സമയത്തിനായി ഞങ്ങൾ കർത്താവിനെ സ്തുതിക്കുന്നുവല്ലോ. ഞങ്ങളുടെ ആ കർത്താവിൻ്റെ അടുക്കിലേക്ക് വരുന്നല്ലോ. കർത്താവിൻ്റെ നിർദ്ദേശങ്ങൾ ഭക്ഷിച്ച് പാനം ചെയ്യുവാൻ അടുത്തു വന്നിരിക്കുന്ന സഭയോട് കർത്താവ് മനസ്സലിവ് തോന്നണമേ. കർത്താവ് ജനത്തെ കർത്താവ് ഒരുക്കിക്കൊള്ളുമാറാകണമേ. എല്ലാ ഹൃദയങ്ങളെയും കർത്താവ് കാണുമാറാകണമേ. എല്ലാവർക്കും വേണ്ട വിടുതൽ കർത്താവിൻ്റെ പക്കലുണ്ടല്ലോ. ആ ശുദ്ധീകരണവും വിടുതലും അഭിവൃദ്ധിയും അനുഗ്രഹവും കർത്താവ് ഉദ്ധാരണവും കർത്താവ് നീ ശുശ്രൂഷ മുഖാന്തരം കൽപ്പിച്ചു തരുമാറാകണമേ. ശുശ്രൂഷ ആയിരിക്കും ആദ്യം നിയന്ത്രിച്ചു കൊള്ളണമേ, പരിവർത്തിച്ചു കൊള്ളണമേ. കരങ്ങളിലേക്ക് താഴ്ന്ന് അനുഗ്രഹിക്കണമേ. വായിച്ച വചനത്തിനായി സ്തോത്രം, സഭയ്ക്കായി സ്തോത്രം. ക്രിസ്തുയേശുവിന്റെ നാമത്തിൽ തന്നെ നമുക്കിരിക്കാം. ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. എല്ലാവർക്കും ഒരിക്കൽ കൂടി ക്രിസ്തുയേശുവിന്റെ ധന്യമായ നാമത്തിൽ സ്നേഹവന്ദനത്തെ അറിയിക്കുകയാണ്. കർത്താവ് നമുക്ക് തന്നിട്ടുള്ള 2 ശുശ്രൂഷകൾ, ആ 2 ശുശ്രൂഷകളിൽ ഒന്ന് സ്നാന ശുശ്രൂഷ, രണ്ടാമത് തിരുവത്താഴ ശുശ്രൂഷ. ഈ 2 ശുശ്രൂഷകളിൽ കർത്താവിൻ്റെ രക്തം മനുഷ്യൻ്റെ ഹൃദയത്തിൽ തളിക്കപ്പെടും എന്നുള്ളത് വിശ്വാസമാണ്. അതുകൊണ്ട് തന്നെ ഈ 2 ശുശ്രൂഷകൾ ഏറ്റവും ഭയത്തോടും ശ്രദ്ധയോടും ദൈവിക നിയന്ത്രണത്തോടും കൂടി മാത്രമേ നമ്മൾ ചെയ്യാൻ പാടുള്ളൂ. അതിനെ നമ്മൾ ആഗ്രഹിക്കാവൂ. ദൈവം അത് നമുക്ക് നിവർത്തിച്ച് തരുമാറാകട്ടെ. ദൈവത്തിൻ്റെ വചനത്തിൽ നമ്മൾ കേൾക്കുവാനിടയായി തീർന്നു. എന്നാൽ ഈ ശുശ്രൂഷ അതിലേക്ക് നമ്മൾ പ്രവേശിക്കുമ്പോൾ ഓർക്കേണ്ടത്, മനുഷ്യൻ ദൈവത്തിൽ നിന്ന് പ്രാപിക്കുന്നത്, എന്നെ തിന്നുന്നവൻ എന്മൂലം ജീവിക്കും, എൻ്റെ രക്തം ഭക്ഷിക്കാതെയും എൻ്റെ രക്തം പാനം ചെയ്യാതെയും എൻ്റെ മാംസം ഭക്ഷിക്കാതെ ഇരിക്കുന്നവന് ഉള്ളിൽ ജീവനില്ല. അത് ശ്രദ്ധയോടെ ഏറ്റവും ആദ്യമേ തന്നെ നമ്മുടെ ജീവിതത്തിൽ മനസ്സിലാക്കേണ്ട കാര്യമാണ്. ഒരു മനുഷ്യൻ്റെ ശരീരം നമ്മളെല്ലാവരും നോക്കുമ്പോൾ ഒരുപോലെയാണ്. സാധാരണ ഒരു മനുഷ്യൻ്റെ ശരീരം, അവന് മാംസമുണ്ട്, അസ്ഥിയുണ്ട്, അവൻ്റെ രൂപം, കാര്യങ്ങളെല്ലാം നമ്മൾ കാണുന്നുണ്ട്. പക്ഷേ എല്ലാ ശരീരവും ഒരുപോലെയല്ല. അതിൻ്റെ കാരണം മറ്റൊന്നുമല്ല, മനസ്സ് നല്ലതല്ല. അതുകൊണ്ട് തന്നെ മനസ്സിൻ്റെ വൈവിധ്യമാണ് ശരീരത്തിൻ്റെ നിലവാരം നിശ്ചയിക്കുന്നത്. അതിന് ദൈവത്തിൻ്റെ വചനം പറയുന്നത്, ഒരു മനുഷ്യൻ ദുഷ്ടത ഹൃദയത്തിൽ സംഗ്രഹിച്ചു വെച്ചതിന് ശേഷം ഭക്ഷണം കഴിക്കാം. നമ്മൾ ഈ ഭക്ഷണം ഇതല്ല, തിരുമേശയല്ല, സാധാരണ നമ്മുടെ മേശപ്പുറത്ത് വയ്ക്കുന്ന ഭക്ഷണം ദുഷ്ടതയോടുകൂടി ഭക്ഷിച്ചാൽ എന്ത് സംഭവിക്കും? അത് വായിച്ചിട്ട് തുടങ്ങാം. 20:11 വായിക്കും. ഇയ്യോബിൻ്റെ പുസ്തകം 20-ാം അധ്യായത്തിൻ്റെ 11 വായിക്കാം. 11 വായിക്കാം. സോറി 20:12 അവനോട് പൊടി കിടക്കും. അപ്പോൾ തുറന്ന് വായിച്ചോ. ദുഷ്ടത അവൻ്റെ വായിൽ മധുരിച്ചാലോ, അവൻ്റെ വായിൽ എന്ത് മധുരിക്കുന്നോ അതിനെയൊക്കെ വിശദീകരിച്ച് നമ്മൾ അത് സ്ഥാപിക്കേണ്ട വിഷയങ്ങളുണ്ട്. എന്നാലും ഒരു കാര്യം ഓർത്തുകൊള്ളുക, അവൻ്റെ വായിൽ മധുരിക്കുന്നത് എന്താ? ദുഷ്ടതയാണ്. ദുഷ്ടത അവൻ്റെ വായിൽ മധുരിച്ചാലും അവനത് നാവിൻ കീഴേ മറച്ചു വെച്ചാലും. മനുഷ്യന് നാവിന് 2 വശമുണ്ട്. ഒന്ന് മുകൾ വശമുണ്ട്, ഒന്ന് അടിവശമുണ്ട്. മുകൾ വശം കൊണ്ട് സ്തോത്രം, എൻ്റെ സഹോദര, ഏറ്റവും നല്ല നല്ല കാര്യങ്ങൾ പറയും. പക്ഷേ നാവിൻ്റെ അടിയിൽ എന്ത് വെച്ചിരിക്കണം?
ദുഷ്ടത നാവിൻ്റെ എവിടെ വെച്ചിരിക്കുന്നു? കീഴ്. നാവിൻ്റെ അടിയിൽ എന്തിരിക്കുന്നു? ദുഷ്ടത. പുറമെയോ നല്ല നല്ല മേനി വാക്കുകളാകാം. ഇങ്ങനെ വന്നിരുന്നതിന് ശേഷം ഒരുമിച്ചിരുന്ന് സാധാരണ തിരുമേശയല്ല, വീട്ടിൽ ഭക്ഷണം കഴിക്കുക, സഹോദരന്മാരും കൂട്ടുകാരും എല്ലാവരും കൂടി ഇരുന്ന് ഭക്ഷണം കഴിക്കുക. ഈ ഭക്ഷണം കഴിക്കുമ്പോൾ ഇങ്ങനെയുള്ളവൻ ഏത് മറന്നു പോകരുത്. എന്താ? നാവിൽ പുറമേ നല്ല വാക്കും അടിയിൽ ദുഷ്ടതയുമുള്ളവൻ ഈ ഭക്ഷണം വാരി കഴിക്കുമ്പോൾ അടുത്ത് വായിച്ചു. അവൻ്റെ ആഹാരം, ഈ കഴിക്കുന്ന ആഹാരം ഉണ്ടല്ലോ, നമ്മൾ കഴിക്കുന്ന ഒരു ആഹാരത്തിൻ്റെ പ്രത്യേകതയുണ്ട്. അത് രുചിച്ചിറക്കണം. ഈ രുചിച്ചിറക്കുന്ന ആഹാരം നമ്മുടെ ഉമിനീരോട് കൂടി ചവച്ച് ഉള്ളിലേക്ക് ചെന്ന് കഴിഞ്ഞാൽ കുടലിൽ അത് പരിണമിക്കും. ഈ പരിണമിച്ച് കഴിയുമ്പോൾ ഇതെന്തായിത്തീരും? അവൻ്റെ ആഹാരം അവൻ്റെ കുടലിൽ പരിണമിച്ച് അവൻ്റെ ഉള്ളിൽ സർപ്പോഷമായി തീരും. എന്തായിത്തീർന്ന്? വിഷമായി തീർന്നു. കഴിച്ചതെന്താ? നല്ല പോഷക ഗുണമുള്ള നല്ല ഭക്ഷണങ്ങളാണ് കഴിച്ചത്. പക്ഷെ അത് വായിൽ വെച്ച് ചവച്ചരച്ച് കുടലിലേക്ക് ചെന്ന് പരിണമിച്ച് അതെന്തായി തീർന്നു? വിഷമായി തീർന്നു. അപ്പോൾ ഞാൻ പറഞ്ഞു വന്നത്, ഏത് ഭക്ഷണവും എന്തായിത്തീരണമെന്ന് തീരുമാനിക്കുന്ന ഭാഗത പറ മനസ്സാണ്. അപ്പം ഇന്നിത് ശുശ്രൂഷിക്കാന്ന് പറയുന്നതറിയാം. ഇന്നിത് ഈ വചനം ശുശ്രൂഷിച്ചിട്ട് വേണം അത് പറയാനായിട്ട്. പല ചിന്തകളിലാണ് നമ്മൾ വന്നിരിക്കണം. നമുക്ക് പല കാര്യങ്ങളുണ്ട്. പക്ഷേ ഇതറിയാമോ? 1 പത്രോസിൻ്റെ ലേഖനം 3-ാം അധ്യായത്തിന് 1 വാക്യമായി. 2 പത്രോസ്, ക്ഷമിക്കണം. പ്രിയമുള്ളവരെ, ഞാനിപ്പോൾ നിങ്ങൾക്ക് എഴുതുന്നത് 2-ാമത്തെ ലേഖനമാണ്. വിശുദ്ധ പ്രവാചകന്മാർ മുൻപറഞ്ഞ വചനങ്ങളും അപ്പോസ്തലന്മാർ മുഖാന്തരം ഈ ലേഖനം 2-നാലും ഞാൻ നിങ്ങളെ ഓർമ്മപ്പെടുത്തി നിങ്ങളെ പരമാർത്ഥ മനസ്സുണർത്തുന്നു. നമുക്ക് രക്ഷിക്കപ്പെട്ടവരാണെങ്കിലും നല്ല മനസ്സാക്ഷി ഉണ്ട്, പരമാർത്ഥ മനസ്സുണ്ടെങ്കിലും ഒരു പഴയ മനസ്സുണ്ട്, ഒരു പഴയ മനസ്സ്, ദുർമനസ്സ്. അത് ഒക്കെ ഇടയ്ക്കിടയ്ക്ക് പൊങ്ങി വരും. അന്നേരം ഈ ദൈവഹിതമല്ലാത്ത കാര്യങ്ങൾ സംസാരിക്കുകയും പ്രവർത്തിക്കുകയും ചെയ്യുകയൊക്കെ ചെയ്യുന്നതിൻ്റെ കാരണം അതാ. പക്ഷേ ഇത് കഴിക്കുമ്പോൾ ഏത് മനസ്സ് ഉണർന്നിരിക്കണം എന്ന് പറഞ്ഞേ? പരമാർത്ഥ മനസ്സ് ഉണർന്നിരിക്കണം. അതുകൊണ്ടാണ് ഈ ശുശ്രൂഷയ്ക്ക് മുമ്പ് ഒരു വചനത്തിൻ്റെ പൊരുളെങ്കിലും ശുശ്രൂഷയാൽ ഉണർത്തിയിരിക്കണം. ഏതുണർത്തണം? പറ. പരമാർത്ഥ മനസ്സുണർത്തണം. ഇത്രയും പേര് കഴിക്കുന്ന, ആദ്യം പറഞ്ഞത് ശരിയല്ലാതെ കഴിച്ചു കഴിഞ്ഞാൽ ദുഷ്ടത ഉള്ളിൽ വെച്ചുകൊണ്ട് ഭക്ഷണം കഴിച്ചാൽ എന്തായിത്തീരും? വിഷമായിത്തീരും. നമ്മളിപ്പോൾ ചില പറയില്ല വിഷമാണെന്ന് പറയില്ല, കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. അവൻ ആരാ? വിഷമാണ്. അങ്ങനെ ഭക്ഷണം കഴിച്ചതാണ്. എന്നാൽ അന്ന് അത് വിഷമായി തീർന്നേ ഉള്ളൂ. ആ ദുഷ്ടത വെച്ചുകൊണ്ട് ഇത് കഴിച്ചാലോ? ഇത് നിമിത്തം ചിലർ നിദ്ര കൊള്ളുന്നു, ചിലർ പറഞ്ഞു രോഗികളാകുന്നു. ഇത്രയെല്ലാം വിഷയങ്ങളിലേക്ക് ഇത് നീങ്ങും, ഈ ശുശ്രൂഷ നീക്കണം. അപ്പോൾ ഇവിടെ നിന്ന് നമ്മൾ പഠിക്കുന്നത്, ഇന്ന് നമ്മൾ ഓർക്കേണ്ട കാര്യം, നമുക്ക് പല കാര്യങ്ങളും എല്ലാം ഉണ്ട്. അങ്ങനെ തിരുവത്താഴ ശുശ്രൂഷ എടുക്കാനായിട്ട് ഓർമ്മിക്കുമ്പോഴാണ് നമുക്ക് ഏറ്റവും ശത്രുതയുള്ള ഒരാളുടെ കാര്യം ഓർമ്മ വരുന്നത്. എന്നാലും അവൻ എന്നോട് ഇത് ചെയ്തല്ലോ. ഓർത്തം ഏത് മനസ്സിലെടുത്തേ? ദുഷ്ട മനസ്സിലാണ് അത് ചെന്നത്. അത് ചെന്നത് എങ്ങോട്ടാണെന്നറിയാവോ? ദോഷമാണ്. സ്തോത്രം. അപ്പം കഴിക്കുന്ന ഏത് ഭക്ഷണത്തിനും നന്മതിന്മയിലേക്ക് കൊണ്ടുപോകുന്നത് അവൻ്റെ മനസ്സാണ്. അതുകൊണ്ട് ഏത് ഭക്ഷണം കഴിക്കുമ്പോഴും, പുറമെ വീട്ടിലിരുന്ന് ഭക്ഷണം കഴിക്കുമ്പോഴാണെങ്കിലും ഒരിക്കലും എന്ത് വെച്ചോണ്ട് ഭക്ഷണം കഴിക്കരുത്? ദുഷ്ടത വെച്ചോണ്ട്. നമ്മൾ സാധാരണ വീട്ടിൽ പോലും ഒരു ഗ്ലാസ് വെള്ളം കുടിക്കാൻ പാടില്ല. ഭക്ഷണം കഴിച്ച് വരുമ്പോഴത്തേക്ക് ഞാൻ എൻ്റെ കണ്ണിൽ കണ്ടേക്കുന്ന ഒരാളുടെ സംസാരിച്ചതിൻ്റെ ഇടയ്ക്ക് പപ്പടമൊക്കെ പൊരിച്ച് ആരോടും ദേഷ്യം കൊണ്ട് ചെയ്തതാണ്.
ഉള്ളിൽ വന്നിരിക്കുന്ന ദുഷ്ട മനസ്സുണർന്ന് കഴിക്കുന്നതാണ്. അത് വേണ്ടതാണ്. നമുക്ക് പല പല ചിന്തകളുമുണ്ട്. ഇന്ന് ഈ ഇരിക്കുന്ന നമ്മളൊക്കെ തമ്മിൽ പല നീരസങ്ങളും ഒക്കെ ഉണ്ടാകും. മനുഷ്യനാണെങ്കിൽ അതൊക്കെ ഉണ്ടാകും. കാരണം നമ്മൾ ജഡത്തിൽ ജീവിക്കുന്നവരാ. കർത്താവ് സാർ, ഇന്ന് നമുക്ക് അതൊക്കെ അങ്ങ് വിട്ടുകളയാം. അതൊക്കെ അങ്ങ് വിട്ടുകളയാം. ഈ കഴിക്കുന്നത് വിഷമായി തീരുമെന്ന് പറഞ്ഞില്ലേ? എന്നാൽ നമ്മൾ ആരുടെ മനസ്സുള്ളവരാ? അറിയാൻ പാടില്ല. 1:2-16 1:2-16 വേഗം വായിക്കണം. കർത്താവിന്റെ മനസ്സറിഞ്ഞ് അവനെ ഗ്രഹിപ്പിക്കാകുന്നവൻ ആര്? നാമോ ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാവും. നമ്മൾ ആരുടെ മനസ്സുള്ളവരാ? ക്രിസ്തുവിന്റെ മനസ്സുള്ളവരാ. അപ്പൊ നമുക്ക് ക്രിസ്തുവിന്റെ മനസ്സുണ്ട്, നമ്മുടെ പഴയ ഒരു മനസ്സുണ്ട്. ഇങ്ങനെ പല പല മനസ്സുകൾ നമുക്കുണ്ട്. ഇന്ന് ഈ ശുശ്രൂഷ എടുക്കുമ്പോൾ ഈ നിൽക്കുന്ന ഞാനടക്കം നമ്മളെല്ലാവരും ഒരു കാര്യം ഓർത്തുകൊള്ളണം. ക്രിസ്തുവിന്റെ മനസ്സിലേക്ക് ഇതെടുക്കാവൂ. നമുക്കതിന് കഴിവില്ല. ആ സമയത്ത് എന്തെങ്കിലും ഒരു ഓർമ്മ വരും, എന്തെങ്കിലും ഒരു നീരസം വരും, എന്തെങ്കിലും ഒരു കയ്പ് വരും. അതിലേക്ക് തിരിയരുതേ. എൻ്റെ കർത്താവ് എന്നെ നിയന്ത്രിച്ചു കൊള്ളണമേ എന്നുള്ള പ്രാർത്ഥനയോടെ ഈ ശുശ്രൂഷ എടുക്കുന്നുവെങ്കിൽ ഇന്ന് വിഷത്തിന് പകരം നേരെ എതിരാ എന്ത് വരുന്നു? എന്നെ തിന്നുന്നവൻ എൻ മൂലം. ഓ സ്തോത്രം. ദൈവത്തെ സ്തുതിക്ക്, ദൈവത്തെ സ്തുതിക്ക്. ഇന്ന് പെരിങ്ങനാട് സഭ ജീവൻ പ്രാപിക്കാൻ പോകാൻ എല്ലാ ബന്ധനങ്ങൾ വഴിയും വ്യവസ്ഥ പ്രകാരമാകുന്നുവെങ്കിൽ ബന്ധനങ്ങൾ ഇന്ന് അഴിഞ്ഞിരിക്കും. ഓ ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം. നമുക്കിന്ന് വിടുതൽ പ്രാപിക്കാം. ശുശ്രൂഷയിൽ കിടക്കാൻ പോവാ. കർത്താവിന്റെ സ്തോത്രം. സമയം മുമ്പോട്ട് പോകുന്നു. ഒരു കാര്യം കൂടി പറയാം. മാനസാന്തരപ്പെട്ട് കർത്താവായ യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചന സ്നാനം കർത്താവിന്റെ ദാസന്മാരിൽ കൂടി, കർത്താവ് നിയമിച്ച കർത്താവിന്റെ ദാസന്മാരിൽ കൂടി പ്രാപിച്ച് വിശുദ്ധ ജീവിതം നയിക്കുന്നവർക്ക് ഇത് അവകാശമാണ്. അങ്ങനെ ഞാൻ പറഞ്ഞതിൻ്റെ കാര്യം, ഞങ്ങൾ പല സ്ഥലങ്ങളിലും വരുമ്പോൾ ശുശ്രൂഷകർ തന്നെ സ്ത്രീകൾ ശുശ്രൂഷകളായിട്ടുള്ളവർ സ്നാനപ്പെടുത്തിയവരുണ്ട്, സ്ത്രീകൾ ശുശ്രൂഷകരായിട്ടുള്ളവരുണ്ട്. അതിന് അവർ ഡീക്കണസോ എന്തൊക്കെയോ ന്യായം പറയുന്നുണ്ട്. ഏതായിരുന്നാലും ഇന്ത്യ ജീസിനും എന്തൊക്കെ സഭയിൽ നമുക്ക് അങ്ങനെ ഒരു ചട്ടവട്ടങ്ങളും കീഴ്വഴക്കവും ഇല്ല. അപ്പോൾ അതുകൊണ്ട് കർത്താവിൻ്റെ ദാസന്മാരാൽ മാനസാന്തരപ്പെട്ട് യേശുക്രിസ്തുവിന്റെ നാമത്തിൽ പാപമോചന സ്നാനം പ്രാപിച്ച വിശുദ്ധ ജീവിതം നയിക്കുന്ന ഒരു വ്യക്തിക്ക് ഈ ശുശ്രൂഷ പ്രാപിക്കാം. അതുപോലെ പാദശുശ്രൂഷയും ചെയ്യാം. എല്ലാവർക്കും എഴുന്നേറ്റ്. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ. മറ്റൊരാളെ ബോധിപ്പിക്കണ്ട. കർത്താവേ പ്രാർത്ഥിക്കാം. യേശുവേ, ഈ ശുശ്രൂഷയിൽ ഞങ്ങളുടെ ദുഷ്ട മനസ്സ് ഉണരരുത് കർത്താവേ. കർത്താവേ, പരമാർത്ഥ മനസ്സുണർന്ന് ക്രിസ്തുവിന്റെ മനസ്സിനാൽ ഈ ശുശ്രൂഷ പ്രാപിക്കട്ടെ. അതിനാൽ ഞങ്ങൾ ജീവൻ പ്രാപിക്കട്ടെ കർത്താവേ. കരുണ തോന്നുമാറാകണമേ. ഹല്ലേലൂയ. ഈ സമയത്ത് ദാനിയേൽ പാസ്റ്റർ വിഷയത്തിന് വേണ്ടി നന്ദിയോടുകൂടി സ്തുതിക്കുന്ന ഭക്തങ്ങളുടെ പരിശുദ്ധരായ മനോഹരമായ ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. കർത്താവായ യേശുവിന്റെ 3 ദിവസക്കാലം ദൈവസമവാസത്തോടും പ്രാർത്ഥനയും കൂടി അതിന് ശേഷം വീണ്ടും ഹല്ലേലൂയ ഒരുക്കിയ അപേക്ഷയുടെ അടുക്കലേക്ക് കടന്നു വന്നതിനെയും ശുശ്രൂഷയിൽ അതേ ആരാധനയായിരിക്കാൻ സ്വർഗത്തിലെ ദൈവങ്ങളെ അവിടുന്ന് സഹായിക്ക് ബലപ്പെടുത്തുക ചെയ്ത വലിയ കൃപയ്ക്കായി ദൈവത്തെ സ്തുതിക്കുന്നു. സ്തോത്രം. ഓ ക്രിസ്തുവിനുള്ള മനുഷ്യരെ ഉണർത്തിക്കൊണ്ട് ഹല്ലേലൂയ ഈ മേശയിൽ ഭക്ഷിപ്പാനോ പാലിക്കുവാനോ പ്രായമുള്ളവരാക്ക കർത്താവായ യേശുവേ അടികളെ അവിടുത്തെ ബലപ്പെടുത്തേണ്ടതിനാ അവിടുത്തെ കരങ്ങളിലേക്ക് അടികളെ പൂർണ്ണമായിട്ട് കേൾപ്പിക്കുകയാണ്. ഹല്ലേലൂയ. അങ്ങനെ വലിയ അവിടുന്ന് ഇടപെടുമാറാകണമെന്ന് ഈ നിമിഷം പ്രാർത്ഥിക്കുന്നു. സൃഷ്ടിക്കുന്ന ദൈവദാസനെ ദൈവത്തിന്റെ കരങ്ങളിൽ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ അഭിഷേകത്തിൽ നിറഞ്ഞ സൃഷ്ടിക്കുന്നവരുടെ സ്വർഗ്ഗം അവിടുന്ന് സഹായിക്കണം. മാനവമൂത്ത കർത്താവിന്റെ കണം യേശുവിന്റെ നാമത്തിൽ തന്നെ. കർത്താവിന് സ്തോത്രം. ഈ നിൽക്കുന്ന നിൽപ്പിൽ തന്നെ വചനം കേട്ടു അതിൽ പ്രാഗൽഭ്യമുള്ളവർ കൃപയാൽ തിരുമേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുവാനും
പാദശുശ്രൂഷയ്ക്കും കർത്താവിനെ യോഗ്യനാക്കി തീർത്തിരിക്കുന്നുവെന്ന് ഞാൻ വിശ്വസിച്ചുകൊണ്ട് അത് സഭയുടെ മുൻപാകെ ഏറ്റുപറഞ്ഞുകൊണ്ട് ഞാൻ കർത്താവിനായിരിക്കുന്നുവെന്ന് പ്രാഗൽഭ്യമുള്ളവർ പറഞ്ഞ് അവരവരുടെ സ്ഥാനത്തിരിക്കാം. എല്ലാവർക്കും ഒന്നിച്ച് പറഞ്ഞാൽ മതി. സ്തോത്രം. ഇരിക്കുക, എല്ലാവർക്കും ഇരിക്കുക. കർത്താവിൻ്റെ തിരുനാമത്തിന് മഹത്വം ഉണ്ടാകുമാറാകട്ടെ. നാം ഈ ശുശ്രൂഷയുടെ ഒന്നാം ഘട്ടം, അതായത് കൂടിവരവ് പ്രാർത്ഥിച്ചാരംഭിച്ച് നമ്മൾ കൂടിവരവ് കഴിഞ്ഞു. നാം അടുത്ത ഘട്ടത്തിലേക്ക് പ്രവേശിക്കാം. അടുത്ത ഘട്ടം എന്ന് പറയുന്നത് പാദശുശ്രൂഷയാണ്. പാദശുശ്രൂഷയ്ക്ക് വേണ്ടിയിട്ട് അതിൻ്റെ ആധാരമായിട്ടുള്ള ദൈവത്തിൻ്റെ വചനം, ഏതിനും വചനം ആധാരമായിരിക്കണം. അതുകൊണ്ട് നമ്മൾ യോഹന്നാൻ്റെ സുവിശേഷം 13-ാം അധ്യായത്തിൻ്റെ 1 മുതലുള്ള വാക്യങ്ങൾ വായിക്കുകയാണ്. കർത്താവ് പോയി വായിച്ചു വായിക്കുക. 1 മുതൽ 13-ന്റെ 1 മുതൽ. പിതാവിന്റെ അടുക്കൽ പോകുവാനുള്ള നാഴിക വന്നതെന്ന് യേശു പറഞ്ഞിട്ട് ലോകത്തിൽ തനിക്കുള്ളവരെ സ്നേഹിച്ചതുപോലെ അവസാനത്തോളം അവരെ സ്നേഹിച്ചു. അത്താഴം ആയപ്പോൾ പിശാച് ശിമോന്റെ മകനായ ഇസ്കരിയോത്ത് യൂദായെ കാണിച്ചു കൊടുക്കാൻ ചോദിച്ചിരുന്നു. പിതാവ് സർവ്വം തൻ്റെ കയ്യിൽ തന്നിരിക്കുന്നു എന്നും താൻ ദൈവത്തിൻ്റെ അടുത്തുനിന്ന് വന്നു ദൈവത്തിൻ്റെ അടുത്ത് പോകുന്നുവെന്നും അറിഞ്ഞിരിക്കെ അത്താഴത്തിൽ എഴുന്നേറ്റ് വസ്ത്രം മൂടി വെച്ച് ഒരു പുറത്തെടുത്ത് അരികെ ചുറ്റി ഒരു പാത്രത്തിൽ വെള്ളം പകർന്നു ശിഷ്യന്മാരെ കാല് കഴുകുവാൻ അയച്ചിരിക്കുന്ന തുണിയോട് ശീമോൻ പത്രോസ് അവൻ്റെ അടുക്കൽ വന്നപ്പോൾ അവൻ അവനോട് കർത്താവേ, നീ എൻ്റെ കാല് കഴുകുന്നുവോ എന്ന് പറഞ്ഞു. യേശു അവനോട് ഞാൻ ചെയ്യുന്നത് നീ ഇപ്പോൾ അറിയുന്നില്ല. പിന്നെ അറിയുമെന്ന് ഉത്തരം പറഞ്ഞു. നീ ഒരു നാളും എൻ്റെ കാല് കഴുകുകയില്ല എന്ന് യേശു പറഞ്ഞു. അതിന് യേശു ഞാൻ നിന്നെ കഴുകാൻ നിനക്ക് എന്നോടുകൂടെ പങ്കില്ല എന്ന് ഉത്തരം പറഞ്ഞു. അപ്പോൾ ശീമോൻ പത്രോസ് കർത്താവേ, എൻ്റെ കാൽ മാത്രമല്ല കൈയും തലയും കൂടെ കഴുകണമേ എന്ന് പറഞ്ഞു. യേശുവോട് കുളിച്ചിരിക്കുന്നത് കാലല്ലാതെ കഴുകുവാൻ ആവശ്യമില്ല, അവൻ മുഴുവൻ ശുദ്ധിയുള്ളവൻ, മുഴുവൻ ശുദ്ധിയുള്ളവരാകുന്നു, എല്ലാവരും അതാ കാലം എന്ന് പറഞ്ഞു. തന്നെ കാണിച്ചു കൊടുക്കുന്നവനെ അറിയിച്ചുകൊണ്ട് അത്രേ എല്ലാവരും ശുദ്ധിയുള്ളതല്ല എന്ന് പറഞ്ഞു. അവൻ അവരുടെ കാൽ കഴിഞ്ഞിട്ട് വസ്ത്രം ധരിച്ച് വീണ്ടും വരുന്ന അവരോട് പറഞ്ഞത്, ഞാൻ നിങ്ങൾക്ക് ചെയ്തത് ഇല്ലെന്ന് അറിയുമോ? നിങ്ങൾ എന്നെ കുരുവെന്ന് കർത്താവിനെ വിളിക്കുന്നു. ഞാൻ അങ്ങനാകുകൊണ്ട് നിങ്ങൾ പറയുന്നത് ശരി. കർത്താവുമായി ഞാൻ നിങ്ങളുടെ കാൽ കഴിയുമെങ്കിൽ നിങ്ങൾ തമ്മിൽ കാൽ കഴിയുന്നതാകുന്നു. ഞാൻ നിങ്ങൾക്ക് ചെയ്തതുപോലെ നിങ്ങളും ചെയ്യേണ്ടതിന് ഞാൻ നിങ്ങൾക്ക് ഇഷ്ടം തന്നിരിക്കുന്നു. ആമേൻ ആമേൻ, ഞാൻ നിങ്ങളോട് പറയുന്നു, ദാസൻ യജമാനേക്കാൾ വലിയവനല്ല, ദൂതൻ തന്നെ അയച്ചതിനേക്കാൾ വലിയവനല്ല. ഇത് അറിയുന്നുവെങ്കിൽ നിങ്ങൾ ചെയ്താൽ അതുകൊണ്ട്. ആമേൻ. കർത്താവിന്റെ സ്തോത്രം. കർത്താവിന്റെ വചനത്തിൽ നിന്ന് നമ്മൾ കേട്ടല്ലോ, ഈ ശുശ്രൂഷയാൽ ലഭിക്കുന്നത് ഓർത്തുകൊള്ളണം. നമ്മൾ വചനത്തിൽ പഠിക്കുന്നത് ഒന്നാമത് അവൻ കർത്താവിനോട് കൂടെ അവകാശം പ്രാപിക്കും. കർത്താവിനോട് കൂടെ അവകാശം പ്രാപിക്കാൻ എന്താ വഴി? കർത്താവ് നമ്മുടെ പാദം കഴുകണം. കർത്താവ് ഇപ്പോൾ ഇവിടെ ഉണ്ടോ? ഇല്ല. അതുകൊണ്ട് എൻ്റെ സഹോദരനോടുകൂടെ കർത്താവിൻ്റെ പാദം കഴുകും. അപ്പം നമ്മുടെ സഹോദരന്മാരെ എപ്പോഴും കാണുന്നതാണ്. ശുശ്രൂഷയ്ക്ക് പോകുമ്പോൾ ഓർത്തു കൊള്ളണം, ഇന്ന് എൻ്റെ സഹോദരൻ കഴുകുന്നു എന്നുള്ളതിനേക്കാൾ കൂടുതൽ എൻ്റെ കർത്താവിനോട് പങ്കുമുട്ടുവാൻ വേണ്ടി എൻ്റെ സഹോദരനിൽ കൂടി എൻ്റെ പാദം കഴുകുകയാണ്. 2, ഭാഗ്യവാനായിത്തീരും. എവിടെ ചെന്നാലും നമ്മളെത്ര അധ്വാനിച്ചാലും, നമ്മളെത്ര സമ്പാദിച്ചാലും, നമ്മളെത്ര ബുദ്ധിയുള്ളവരായാലും ഭാഗ്യമില്ല എങ്കിൽ ഒന്നുമില്ല. ആ സഭാപ്രസംഗം 9 വായിച്ചാൽ മതി. ഇപ്പോൾ സമയമില്ല, ഇപ്പോൾ വായിക്കണ്ട. അത്ര പ്രാധാന്യമുള്ളൊരു കാര്യമാണ് ഭാഗ്യം. എല്ലാത്തിനുള്ള കഴിവുണ്ട്, പക്ഷെ അവന് ഭാഗ്യമില്ല. എന്നാൽ അങ്ങനെയല്ല, ഒരു കഴിവില്ലെങ്കിലും നേരെ ചൊവ്വേ ഹൃദയത്തിലുള്ള മാനസാന്തരത്തോടു കൂടിയാണ്, മനസ്വർഗത്തോടു കൂടിയാണ്, വചനപ്രകാരമാണ് ഈ ശുശ്രൂഷ നിവർത്തിക്കുന്നതെങ്കിൽ അവൻ ആരായിരിക്കും എന്ന് പറഞ്ഞേ.
നിനക്കൊരു കഴിവുണ്ടാവില്ല. പക്ഷെ നീ ആരായിരിക്കും? ഭാഗ്യവാനായി. നമ്മൾ താഴ്ത്തണം. വചനം പറയുന്നത് എന്താ? നാശത്തിന് മുമ്പേ ഗർവം, വീഴ്ചയ്ക്ക് മുമ്പേ പറ ഉന്നത ഭാവം. ഒരുവൻ നശിക്കാൻ പോവുകയാണെങ്കിൽ തീരുമാനിച്ചാൽ മതി, അതിന് മുമ്പ് അവനെന്തുണ്ടാവും? ഭയങ്കര ഗർവമായിരിക്കും. വീഴാൻ പോവുകയാണെങ്കിൽ അതിന് മുമ്പ് എന്തുണ്ടാവും? ഉന്നത ഭാവം ഉണ്ടാവും. ഇത് രണ്ടും അങ്ങ് മാറ്റി വെച്ച് ഏതൊക്കെയാണ്? ഉന്നത ഭാവവും ഗർവവും അങ്ങ് മാറ്റി വെച്ചതിന് ശേഷം മാനത്തിന് വിനയം മുന്നോടിയാകും. കർത്താവിന് മാനിക്കപ്പെടാൻ പോവുക. ഇത് വ്യവസ്ഥ പ്രകാരമാണെങ്കിൽ നാം മാനിക്കപ്പെടുന്ന ഒരു ശുശ്രൂഷയിലേക്കാണ്. ഇത് താഴ്ചയോടുകൂടി താഴ്മയോടുകൂടി ദൈവിക വ്യവസ്ഥ പ്രകാരം എടുക്കുന്നുവെങ്കിൽ ഉയർച്ച നിനക്ക് നിശ്ചയം തീർച്ച. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. ദൈവത്തിന്റെ വചനത്തിന് മാറ്റമില്ല. അതുകൊണ്ട് ഈ ശുശ്രൂഷയിലേക്ക് പോകുമ്പോൾ സൂക്ഷിക്കേണ്ട 3 കാര്യങ്ങളാണ്. ഏതൊക്കെയാ? ഒന്ന്, കുളിച്ചവനായിരിക്കണം. കർത്താവ് പറഞ്ഞു കുളിച്ചവരിക്കുന്നവന് കാലല്ലാതെ മറ്റൊന്ന് ആവശ്യമില്ല. അപ്പൊ കുളിച്ചവനായിരിക്കണം. 2, ശുദ്ധിയുള്ളവനായിരിക്കണം. അപ്പൊ കുളിച്ചവന് ശുദ്ധിയാവില്ലേ? യുവത കുളിച്ചതാണോ? പറഞ്ഞേ. കർത്താവിൻ്റെ കൂടെ വന്നിട്ട് കുളിക്കാതിരിക്കുമോ? സ്നാനപ്പെട്ടതാ, കുളിച്ചതാ, പക്ഷെ ശുദ്ധിയുള്ളവനാണോ? ഇല്ല. എന്താ? കർത്താവിനെ വിറ്റ കാശ് പോക്കറ്റിലുണ്ട്. കൂടെ സ്നാനപ്പെട്ട് ആരാധനയ്ക്കൊക്കെ കൂടി വരുന്നുണ്ട്, പക്ഷേ ശരിയല്ലാത്തത് വല്ല കൈവശം ഉണ്ടെങ്കിൽ ശുദ്ധിയില്ലാത്തതാണ്. അത് പ്രശ്നമാണ്. കർത്താവിന് സ്തോത്രം. ഒന്ന്, നമ്മൾ പഠിച്ചല്ലോ, എന്തായിരിക്കണം? കുളിച്ചവനായിരിക്കണം, ശുദ്ധിയുള്ളവനായിരിക്കണം. 3ാമത്തത്, ഇതിൻ്റെ മാഹാത്മ്യം അറിയുന്നവനായിരിക്കണം. അറിയാല്ലാത്തവന് ഇതിന് പോകരുത്. എന്തായി ചെയ്യുന്നതെന്ന് ബോധ്യമുണ്ടാകണം. എന്തെങ്കിലും ഇതിൽ നിന്ന് നേടണമെങ്കിൽ ജ്ഞാനശുശ്രൂഷയ്ക്ക് ഒരു പാദശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുമ്പോഴത്തേക്ക് ഒരു കാരണവർ പാദശുശ്രൂഷ ആളോട് ചോദിക്കാം, പുതിയ പശു മേടിച്ചെന്ന് പറഞ്ഞ കേട്ടല്ലോ, HF ആണോ? പാദശുശ്രൂഷ നടത്തിക്കൊണ്ടിരിക്കുക. അപ്പൊ അവര് വചനം പറയുന്നത് ഇതിന്റെ എന്തറിയണം? ഇതിന്റെ മാഹാത്മ്യം അറിയുന്നവൻ ആ ശുശ്രൂഷ കഴിഞ്ഞ് തിരിച്ചു വരുന്നത് വരെയും അവന്റെ ഓരോ ചലനങ്ങളും കണ്ടാൽ അറിയാം. അലക്ഷ്യമാക്കരുത്. അപ്പോൾ അടുത്ത ശുശ്രൂഷയ്ക്ക് പോകാൻ പോവാം. അപ്പോൾ ഈ കാര്യങ്ങളെല്ലാം കേട്ടല്ലോ. ആരൊക്കെ ആയിരിക്കണം? കുളിച്ചവനായിരിക്കണം, ശുദ്ധിയുള്ളവനായിരിക്കണം, മാഹാത്മ്യം അറിയുന്നവരായിരിക്കണം. കർത്താവിന് സ്തോത്രം. എല്ലാവർക്കും മാഹാത്മ്യം അറിയാലോ. കളിക്കാത്ത ആരെങ്കിലുണ്ടോ? അതിലും പ്രശ്നമാണ്. ശുദ്ധിയില്ലാത്ത ആരെങ്കിലുണ്ടോ? ഉണ്ടെങ്കിൽ കർത്താവ് നീക്കട്ടെ. പ്രാർത്ഥിക്കാം. ഈ ശുശ്രൂഷയ്ക്ക് വേണ്ടി നാം പ്രാർത്ഥിച്ച് കടന്നു പോകുമ്പോൾ സഭാപാസ്റ്റർ പ്രാർത്ഥന. സ്വർഗസ്ഥപിതാവേ, നല്ല കർത്താവേ, ഈ നല്ല നിമിഷത്തിനായി നന്ദിയോട് ദൈവത്തെ വാഴ്ത്തുന്നു. അനന്തരമായി ഞങ്ങൾക്ക് നൽകപ്പെട്ടതായ പ്രാർത്ഥിക്കുന്നു. ദേവദാസന്മാരാൽ പ്രാർത്ഥിച്ച് ആരംഭിച്ച ശുശ്രൂഷത്തോളം ദൈവം മഹനീയമാക്കി തീർത്തതോർത്ത് നന്ദിയോട് സ്തോത്രം ചെയ്ത് കർത്താവേ, പ്രകാരം ഞങ്ങളെ തന്നെ കർത്താവ് ശുദ്ധീകരിച്ചുകൊണ്ട് പാദശുശ്രൂഷയിലേക്ക് ഞങ്ങൾ കടന്നു പോകുമ്പോൾ കർത്താവ് ഞങ്ങളോട് കൂടെ ഉണ്ടല്ലോ. ഞങ്ങൾ കർത്താവെ അടിയിൽ ഒരു സ്വന്തത്തെ പാദം കഴുകുമ്പോൾ കർത്താവ് കഴുകുന്നു എന്നുള്ളതായ ആ ചിന്തയോടുകൂടെ മനോഭാവത്തോടുകൂടെ അടിയങ്ങളെ തന്നെ ദിനകരങ്ങളിലേക്ക് ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുന്നു. ആ ശുശ്രൂഷ ചെയ്യുവാൻ ഞങ്ങളെല്ലാവരെയും, ഞങ്ങളുടെ സഹോദരീ എല്ലാവരെയും, ദേവദാസന്മാരെ എല്ലാവരെയും അതിനായിട്ട് ഒരുക്കണമേ. ഹല്ലേലൂയ. മാനവത്വം അങ്ങേക്ക് തന്നെ അർപ്പിക്കുന്നു, യേശുവിൻ നാമത്തിൽ തന്നെ. ഒട്ടും താമസിക്കാതെ ആ ഉത്തരവാദിത്വ ബോധത്തോടു കൂടി ഇതിൻ്റെ മാഹാത്മ്യം അറിഞ്ഞെന്ന് പറഞ്ഞല്ലോ. ആ മാഹാത്മ്യം അറിഞ്ഞ് ഭയഭക്തിയോടുകൂടി 2 വശത്തും സഹോദരന്മാർക്കും സഹോദരിമാർക്കും പാത്രവും കഴുകി പാദശുശ്രൂഷയ്ക്കുള്ള സൗകര്യങ്ങൾ ചെയ്തിട്ടുണ്ട്. വേഗം ഒട്ടും താമസിക്കാതെ വന്നു കഴിഞ്ഞാൽ ഇനി ശുശ്രൂഷകൾ നമുക്ക് ഉണ്ട്, അത് ചെയ്തു തീർക്കണം. അതുകൊണ്ട് ഉത്തരവാദിത്വ ബോധത്തോടെ അത് ചെയ്യുക. ഒരു പാട്ട് പാടുകയും ആ ശുശ്രൂഷയിലേക്ക് പ്രവേശിക്കുകയും ചെയ്യാം. ദേവേശ യേശു ജീവനെ വെടിഞ്ഞു
ജീവനറ്റ പാപികൾക്കു നിത്യജീവൻ കൊടുപ്പാനായി നീ മരിച്ചു. കർത്താവ് നമുക്ക് അനുഗ്രഹിക്കപ്പെട്ട അത് അർഹിക്കുന്ന നിലയിൽ അതിന് ഗൗരവം കൊടുത്ത് കിട്ടിയവർ അത് ചെയ്തവർക്ക് നിശ്ചയമായിട്ടും അനുഗ്രഹമുണ്ട്. അതുകൊണ്ട് നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. നാം ഈ ശുശ്രൂഷയുടെ അടുത്ത ഘട്ടത്തിലേക്ക് കടക്കുകയാണ്. അതാണ് കർത്താവിൻ്റെ മേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്യുന്ന അപ്പം നുറുക്കുകയും പാനപാത്രം പാനം ചെയ്യുകയും ചെയ്യുന്ന ശുശ്രൂഷ. ഈ ശുശ്രൂഷ മർക്കോസിൻ്റെ സുവിശേഷം 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 26 വരെയുള്ള വാക്കുകളെ അടിസ്ഥാനപ്പെടുത്തി അതങ്ങനെ തന്നെ ചെയ്യുന്ന ശുശ്രൂഷയായിരിക്കും ഇന്നത്തെ ഈ ശുശ്രൂഷ. അതുകൊണ്ട് അത് നമുക്ക് പ്രാരംഭമായിട്ട് എഴുന്നേറ്റ് നിന്ന് വായിക്കാം. എഴുന്നേറ്റ് നിന്ന് 14-ാം അധ്യായത്തിൻ്റെ 22 മുതൽ 26 വരെയും ഒന്ന് വായിക്കാം. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിനി തൻ്റെ ശരീരമെന്ന് പറഞ്ഞു. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ള എൻ്റെ രക്തം. മുന്തിരിവള്ളിയുടെ അനുഭവം ദൈവരാജ്യത്തിൽ പുതുതായി അനുഭവിക്കുന്ന ആൾ വരെ ഞാനത് ഇനി അനുഭവിക്കില്ല എന്ന് ഞാൻ സത്യമായിട്ട് നിങ്ങളോട് പറയുന്നു എന്ന് അവരോട് പറഞ്ഞു. പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒലിവുമലയ്ക്ക് പോയി. മതി. കർത്താവിന്റെ സ്തോത്രം. ഈ വചനപ്രകാരം ഈ ശുശ്രൂഷയുടെ നിവർത്തിക്കാൻ പോവുകയാണ്. കർത്താവിന്റെ ദാസന്മാർ, കർത്താവിന്റെ ശ്രേഷ്ഠദാസൻ, നമ്മുടെ സഭയുടെ ഏറ്റവും സീനിയറായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ, ജനറൽ വൈസ് പ്രസിഡന്റായിരിക്കുന്ന കർത്താവിന്റെ ദാസൻ ഇവിടെയുണ്ട്. സഭയുടെ സെൻട്രൽ പാസ്റ്ററായിരിക്കുന്ന കർത്താവ് യേശാസൻ പാസ്റ്റർ ഇവിടെയുണ്ട്. അതുപോലെ സഭാ പാസ്റ്റർ ആയിരിക്കുന്ന സജീവ് പാസ്റ്റർ ഇവിടെയുണ്ട്. വിശേഷാൽ സഭ ഇവരുടെ എല്ലാവരുടെയും സമ്മതത്തോടും അനുവാദത്തോടും ആവശ്യപ്രകാരവുമാണ് ഈ ശുശ്രൂഷ ഈ എളിയവൻ നിർവഹിക്കുന്നത്. അതുകൊണ്ട് ഒരു കാര്യം മുമ്പ് ഓർക്കേണ്ടത്, അപ്പം നുറുക്കുന്നത് ആരാ? പറയും. വചനം വായിച്ചിട്ടുള്ളവർ പറ. നിങ്ങൾ നുറുക്കുന്ന ആരാ? നുറുക്കുന്ന ആരാ? നിങ്ങളാന്ന് പറഞ്ഞാൽ ഇരിക്കുന്ന സഭയിൽ ആരെല്ലാം ഉണ്ടോ അവരെല്ലാവരും ഇത് ഉൾപ്പെട്ടവർ. പിന്നെ എല്ലാവരും ഒന്നും നുറുക്കാൻ പറ്റുന്നില്ല. ശുശ്രൂഷ കർത്താവ് ഏൽപ്പിച്ച ശുശ്രൂഷയുള്ളവരെ ആ ശുശ്രൂഷയാൽ എടുക്കുമ്പോൾ അതിൽ നിന്ന് ഞാൻ പ്രാപിക്കേണ്ടതിന് ഞാൻ സ്തോത്രം ചെയ്ത് അതിനെ വിശദീകരിച്ചോളണം. കർത്താവ് സ്തോത്രം. അടുത്തിരിക്കുന്നവന് എടുക്കുന്ന എങ്ങനെയാണെന്ന് നോക്കേണ്ട കാര്യമില്ല. അവൻ വിശുദ്ധിയുണ്ടോ അശുദ്ധിയുണ്ടോ അതൊക്കെ അവൻ ദൈവമായിട്ടുള്ള ബന്ധത്തിൽ തീർത്തോളും. ഞാൻ എടുക്കുന്ന എൻ്റെ അംശം പിതാവേ, ഇത് കർത്താവിൻ്റെ തിരുശരീരമായി പരിണമിക്കണമേ. കർത്താവ് സ്തോത്രം. 1, 2 തീർന്നിട്ടില്ല. 5 അപ്പം കൊണ്ട് 5000 പേരെ പോഷിപ്പിച്ചവൻ വിളമ്പി കൊടുക്കാൻ പറഞ്ഞേ ഉള്ളൂ. അവിടെ നിന്ന് അരിയും സാധനങ്ങളും അപ്പം ഒന്നും മേടിക്കാൻ പോയോ? ഇല്ല. ലാസറെ പുറത്തു വരിക എന്ന് പറഞ്ഞവൻ മരിച്ച് നാറ്റം വെച്ച് തുടങ്ങിയവൻ ജീവനോടെ പുറത്തു വന്നു. അവിടെ വേറെ ഒന്നും നടന്നില്ല. അതേ വാഗുകൊണ്ട് തന്നെയാണ് പറഞ്ഞത്. കൊടുത്തതിന് ശേഷം ഇതെന്താകുന്നു? പറ, എൻ്റെ ശരീരമാകുന്നതാണ്. അപ്പൊ എന്തുമാത്രം ഭയപ്പെടുന്നത്? അവന്റെ വായിൽ കൂടിയാണ് വന്നതെങ്കിൽ അത് ശരീരം തന്നെയാണ്. കർത്താവിന്റെ സ്തോത്രം. അത് മേടിക്കുന്നവൻ എങ്ങനെ ഇരിക്കുന്നുവോ അതനുസരിച്ചിരിക്കും അവന്റെ ജീവിതം. ഭയപ്പെടാ. കർത്താവിന്റെ സ്തോത്രം. കർത്താവിന്റെ സന്നിധിയിൽ നമുക്കത് പ്രാപിക്കേണ്ട രീതിയെ പ്രാപിക്കാം. വലിയ നന്മ അതിന്റെ പിന്നാലെ ഉണ്ട്. ഓ ഹല്ലേലൂയ. കൃപയ്ക്കായി സ്തോത്രം. ഹല്ലേലൂയ. സ്തോത്രം. കർത്താവിന് സ്തോത്രം. ദൈവത്തിൻ്റെ വചനം നമ്മെ വായിക്കും. നമ്മൾ വായിച്ചത്, അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർക്ക് കൊടുത്തു. വാങ്ങുവിൻ, ഇതെൻ്റെ ശരീരം എന്ന് പറഞ്ഞു. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ എന്താ എടുത്തേ? പാത്രമല്ല, വിനയം അപ്പമാണ്. അപ്പോൾ ഈ അപ്പം എടുക്കുമ്പോൾ നുറുക്കുന്നവരാ എല്ലാവരും ഒരുമിച്ച് കൂടിയാണ്. എല്ലാവർക്കും ഭാഗമാക്കുന്നുണ്ട്. അതുകൊണ്ട് ആരും മാറി നിൽക്കാതെ എല്ലാവരും ഹൃദയപൂർവ്വം ഇതിനോട് സഹകരിച്ച് ഞാനിത് പ്രാപിക്കുന്നത് ഏത് മനസ്സിലായിരിക്കണം? മറന്നുപോയി. ക്രിസ്തുവിന്റെ മനസ്സിൽ, പരമാർത്ഥ മനസ്സിൽ
ഇത് എനിക്ക് എടുക്കാൻ കൃപ തരണമെന്ന്, ഇത് വാഴ്ത്തി തരണമെന്ന് കർത്താവിൽ പ്രാർത്ഥിച്ച് ഇതിനെ ശുദ്ധീകരിക്കാൻ പ്രാർത്ഥിക്കാം. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, അപ്പത്തെ വാഴ്ത്തി നൽകണമേ. സ്തോത്രം 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 സ്തോത്രം. സ്വർഗത്തിൽ നിന്ന് കർത്താവെ തൃക്കരം നീട്ടി ഈ അപ്പത്തെ വാഴ്ത്തി നൽകി ഇത് കർത്താവ് ഞങ്ങൾക്ക് നുറുകി കർത്താവിന്റെ ശരീരമായി തന്നെ ഞങ്ങൾക്ക് നൽകണമേ എന്ന് പ്രാർത്ഥിക്കുന്നതാവേ. കാത്തുകൊള്ളണമേ. സ്തോത്രം സ്തോത്രം സ്തോത്രം. അനുഗ്രഹിക്കണമേ യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. അവർ ഭക്ഷിക്കുമ്പോൾ അവൻ അപ്പം എടുത്ത് വാഴ്ത്തി നുറുക്കി അവർ കൊടുത്തു. സ്തോത്രം 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 സ്തോത്രം. അപ്പം വാഴ്ത്തി നുറുക്കി നൽകി. അപ്പം വാഴ്ത്തി നുറുക്കി നൽകി. ൂടെ തോഴുന്നു തന്നോടെ ശിഷ്യർക്ക് കർത്താവ് നമുക്ക് അപ്പത്തെ വാഴ്ച നൽകി കർത്താവിന്റെ തിരുശരീരമായി തന്നെ നമ്മുടെ ആത്മാവിൽ പരിണമിച്ചതുകൊണ്ട് സ്തോത്രം ചെയ്യാം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. ഹല്ലേലൂയ. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. എല്ലാവരും അതിൽ നിന്ന് കുടിച്ചു. ഇത് അനേകർക്ക് വേണ്ടി ചൊരിയുന്നതായി നിയമത്തിനുള്ളതിൻ്റെ രക്തം. കർത്താവിന്റെ സ്തോത്രം. പാനപാത്രത്തെ വാഴ്ത്തി നൽകണം. ഇന്ന് സ്വർഗീയ സിയോനിൽ സ്വർഗസ്ഥനായ ദൈവ സിംഹാസനത്തിലിരിക്കുന്ന യേശു അവിടുന്ന് തൃക്കരം നീട്ടി ഈ പാനപാത്രത്തെ വാഴ്ത്തി അനുഗ്രഹിച്ച് നമുക്കിത് തരുന്നുവെങ്കിൽ നമ്മുടെ ആത്മാവിൽ ഇത് കർത്താവിൻ്റെ രക്തമായിട്ടും ജീവനായിട്ടും തന്നെ പരിണമിക്കും. നമ്മൾ അതുകൊണ്ട് ഈ പാനപാത്രത്തെ ഉയർത്തുമ്പോൾ എല്ലാവരും കർത്താവെ വാഴ്ത്തി നൽകണമേ, അതെൻ്റെ അംശം കർത്താവിൻ്റെ ജീവനായി തന്നെ എന്നിൽ പരിണമിക്കണമേ എന്നുള്ള പ്രാർത്ഥനയോടെ കർത്താവിന് സല്ലായിരിക്കാം. കർത്താവിന് സ്തോത്രം. ആ വാക്യം ഒരിക്കൽ കൂടി വായിക്കാം. പിന്നെ പാനപാത്രം എടുത്ത് സ്തോത്രം ചൊല്ലി അവർക്ക് കൊടുത്തു. കർത്താവിന് സ്തോത്രം. ഹല്ലേലൂയ, സ്തോത്രം 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 സ്തോത്രം. കർത്താവേ, സ്വർഗീയ സിയോനിൽ നിന്ന് കർത്താവ് തൃക്കരം നീട്ടി കർത്താവ് ഈ പാനപാത്രത്തെ വാഴ്ത്തി നൽകണമേ. കർത്താവേ, ഈ വീഞ്ഞിനെ കർത്താവേ 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 രക്തമായി തന്നെ ആത്മാവ് കരുത്തൊക്കെ ശുദ്ധീകരിക്കണമേ. തൃക്കരം നീട്ടണമേ. യേശുവേ, സ്തോത്രം 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 സ്തോത്രം. ഈ വിഷയത്തിൽ കർത്താവ് ഇടപെട്ടിരിക്കാൻ സ്തോത്രം. സമയ കർത്താവ് ഇതിനാൽ ഉദ്ധരിക്കുന്നതോട് സ്തോത്രം. യേശുവിന്റെ നാമത്തിൽ തന്നെ. ആമേൻ. സ്തോത്രം. കാസായിൽ കർത്താവിന്റെ സ്തോത്രം. കർത്താവ് പാനപാത്രത്തെ വാഴ്ത്തി നൽകിയല്ലോ. നമുക്ക് കർത്താവ് ഇത്രത്തോളം ചെയ്തല്ലോ, നന്മ നൽകിയല്ലോ. നമുക്ക് കർത്താവിനെ സ്തുതിക്കാം. ഹല്ലേലൂയ, സ്തോത്രം സ്തോത്രം സ്തോത്രം. ആ ശുശ്രൂഷയുടെ ആ ഘട്ടത്തിൻ്റെ അവസാനമാണ് 26-ാം വാക്യം. എന്താ? പിന്നെ അവർ സ്തോത്രം പാടിയ ശേഷം ഒരു മലയ്ക്ക് പുറപ്പെട്ടു പോയി. അതോടുകൂടിയാണ് ഈ തിരുമേശയുടെ ശുശ്രൂഷ അവസാനിക്കുന്നത്. നമുക്ക് എല്ലാവർക്കും എഴുന്നേറ്റ് നിന്ന് ഒരു സ്തോത്രഗീതം പാടാം. താവൂതൻ ഗംഭീര നാദത്തോടും പ്രധാന ദൈവദൂതശബ്ദത്തോടും കർത്താവൂതൻ ഗംഭീര Yeah.
ശുശ്രൂഷയ്ക്കായിട്ട് പ്രാർത്ഥനയോടും സ്തോത്രഗീതത്തോടും കൂടി കൂടി വന്നു. രണ്ടാം ഘട്ടം നമ്മൾ പാദശുശ്രൂഷയെ കഴിച്ചു. കർത്താവ് നമ്മെ അനുഗ്രഹിച്ചു. മൂന്നാം ഘട്ടം നമ്മൾ തിരുമേശയിൽ നിന്ന് ഭക്ഷിച്ച് പാനം ചെയ്തു. ഇനി ദൈവത്തിൻ്റെ വചനത്തിലെ യഹൂദ മര്യാദ പ്രകാരം പ്രബോധനത്തോടും വിശദീകരണത്തോടും കൂടി പിരിഞ്ഞു പോകുന്ന ഭാഗമാണ്. ആ ഭാഗം നമുക്ക് ഇതിന് ആധാരമായിട്ട് നമുക്കൊരു വചനം വായിക്കാം. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1-ാം വാക്യം മുതൽ 15-ാം വാക്യം വരെ ഒരാൾ ശബ്ദമുയർത്തി വായിക്കാം. തെറ്റാതെ വായിക്കണം. വായിച്ചു ഉറക്കെ വായിക്കണം. എല്ലാവരും കേൾക്കും. കൊലോസ്യ ലേഖനം 3-ാം അധ്യായത്തിൻ്റെ 1 മുതൽ 15 വരെ. ആയാൽ നിങ്ങൾ ക്രിസ്തുവിനോടുകൂടെ ഉയർത്തെഴുന്നേറ്റിരിക്കുന്നുവെങ്കിൽ ക്രിസ്തു ദൈവത്തിന്റെ വലത്തുഭാഗത്തിരിക്കുന്നതുമായ ഉയരത്തിലുള്ളത് അന്വേഷിപ്പീൻ. ഭൂമിയിലുള്ളതല്ല, ഉയരത്തിലുള്ളത് തന്നെ ചിന്തിപ്പീൻ. നിങ്ങൾ മരിച്ച നിങ്ങളുടെ ജീവൻ ക്രിസ്തുവിനോടുകൂടെ ദൈവത്തിൽ മറഞ്ഞിരിക്കുന്നു. നമ്മുടെ ജീവനായ ക്രിസ്തു വെളിപ്പെടുമ്പോൾ നിങ്ങളും അവനോടുകൂടെ തേജസ്സിൽ വെളിപ്പെടും. ആകയാൽ ദുർനടപ്പ്, അശുദ്ധി, അതിരാഗം, ദുർമോഹം, വിഗ്രഹാരാധനയായ അത്യാഗ്രഹം ഇങ്ങനെ ഭൂമിയിലുള്ള നിങ്ങളുടെ അവയവങ്ങളെ മരിപ്പിപ്പിൻ. ഈ വക നിമിത്തം ദൈവകോപം അനുസരണം കെട്ടവരുടെ മേൽ വരുന്നു. അവയിൽ ജീവിച്ചിരുന്ന കാലം നിങ്ങളും മുമ്പേ അവയിൽ നടന്നു പോകുന്നു. ഇപ്പോഴോ നിങ്ങളും കോപം, ക്രോധം, ഈർഷ്യ, വായിൽ നിന്ന് വരുന്ന ദൂഷണം, ദുർഭാഷണം ഇവയൊക്കെയും വിട്ടുകളവിൻ. അന്യോന്യം ഭോഷ്ക് പറയരുത്. നിങ്ങൾ പഴയ മനുഷ്യനെ അവന്റെ പ്രവൃത്തികളോടുകൂടെ ഉരിഞ്ഞു കളഞ്ഞു. തന്നെ സൃഷ്ടിച്ചവന്റെ പ്രതിമ പ്രകാരം പരിജ്ഞാനത്തിനായി പുതുക്കം പ്രാപിക്കുന്ന പുതിയ മനുഷ്യനെ ധരിച്ചിരിക്കുന്നു. അതിൽ യവനനും യഹൂദനും എന്നില്ല, പരിച്ഛേദനയും അഗ്രകർമ്മവും എന്നില്ല, ബർബരൻ, ശകൻ, ദാസൻ, സ്വതന്ത്രൻ എന്നുമില്ല, ക്രിസ്തു അത്ര എല്ലാവരിലും. അതുകൊണ്ട് ദൈവത്തിന്റെ വ്രതന്മാരും വിശുദ്ധന്മാരും പ്രിയരുമായി മനസ്സലിവ്, ദയ, താഴ്മ, സൗമ്യത, ദീർഘക്ഷമ എന്നിവ ധരിച്ചുകൊണ്ട് അന്യോന്യം പൊറുക്കുകയും ഒരുവനോട് ഒരുവന് വഴക്കുണ്ടായാൽ തമ്മിൽ ക്ഷമിക്കുകയും ചെയ്യുവിൻ. കർത്താവ് നിങ്ങളോട് ക്ഷമിച്ചതുപോലെ നിങ്ങളും ചെയ്യുവിൻ. എല്ലാറ്റിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. എല്ലാത്തിനും മീതെ സമ്പൂർണ്ണതയുടെ ബന്ധമായ സ്നേഹം ധരിപ്പിൻ. ഒരുവനോട് ഒരു വഴക്കുണ്ടായാൽ എന്ത് ചെയ്യണം? ക്ഷമിക്കണം, വിട്ടുകളയണം. വിട്ടുകളയണം. ഇത് പറയുന്നത് നിങ്ങളോട് പ്രസംഗിക്കണം, അല്ലെ എന്നോട് തന്നെ ഏറ്റവും ഞാൻ പ്രസംഗിക്കണം. വിട്ടുകളയണം. കാരണം ആ നിഷ്കളങ്കനായ മനുഷ്യൻ വിട്ടുകളഞ്ഞില്ലായിരുന്നെങ്കിൽ ഇന്ന് ഈ നിൽക്കില്ല, നീ ശുശ്രൂഷ ഇവിടെ നടക്കില്ലായിരുന്നു. അവനൊന്നും മനസ്സിൽ വെച്ചില്ലല്ലോ. വചനം കേട്ടപ്പോൾ അവന്റെ ആത്മാവിനെ നമുക്ക് തന്നു. പിന്നെ കർത്താവിന് സ്തോത്രം. അവന്റെ വചനം അനുസരിച്ചപ്പോൾ അവന്റെ മനസ്സിനെ നമുക്ക് തന്നു. ഇന്ന് തിരുമേശയിൽ നിന്ന് അപ്പം നുറുക്കി ഭക്ഷിച്ചപ്പോൾ അവന്റെ ശരീരത്തെ നമുക്ക് തന്നു. പാനപാത്രത്തെ പാനം ചെയ്തപ്പോൾ അവന്റെ രക്തത്തെ നമുക്ക് തന്നു. ഇനി എന്താ അവൻ തരേണ്ടത്? അവൻ ഒന്നേ പറയുന്നുള്ളൂ, ഒന്നും തരണ്ട, വിട്ടുകളവീൻ. സഹോദരനോടുള്ള ദോഷം വിട്ടുകളവേ, അകൽച്ച വിട്ടുകളവേ, ഭിന്നത നീങ്ങിപ്പോകട്ടെ. അവനത്ര വലിയവൻ. കൃപ സഭാപത്യ ഗുലാവുന്നവനിവിടെ ഉണ്ട്. ഈ സഭയുടെ സഭായോഗത്തിൽ ഇവിടെ ഉണ്ടെന്ന് ദൈവകൃപയ്ക്കായി സ്തോത്രം. ദൈവമേ സ്തുതിക്കുന്നവരാവേ. ഹല്ലേലൂയ. 1 Thessalonians 5:28 പ്രകാരം 1 Thessalonians 5:28 എഴുതിയിരിക്കുന്നത്, സകല സഹോദരന്മാരെയും വിശുദ്ധ മനത്താൽ വന്ദനം ചെയ്യുകയും. ആ ശുശ്രൂഷയോടുകൂടി ഇതോടെ ഘട്ടം അവസാനിക്കുകയാണ്. കർത്താവിന്റെ സ്തോത്രം. സഹോദരന്മാർ തമ്മിൽ വിശുദ്ധ ചുംബനം. കർത്താവിന്റെ സ്തോത്രം. തമ്മിൽ സഹോദര സ്നേഹത്തിൽ വിശുദ്ധ ചുംബനം ചെയ്ത് ആ ശുശ്രൂഷ നിവർത്തിപ്പാൻ ദൈവത്തിന്റെ ആത്മാവെ സഹായിക്കുമാറാകട്ടെ. കാഹളം ധ്വനിക്കുന്നേ, അടയാളങ്ങൾ കാണുന്നേ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഏറുന്നേ. കാഹളം ധ്വനിക്കുന്നേ, അടയാളങ്ങൾ കാണുന്നേ, യുദ്ധങ്ങളും ക്ഷാമങ്ങളും ഏറുന്നേ. പർവ്വതങ്ങളിളകി ആഴിയാതിൽ വീണാലും കാലങ്ങളെ നീ മനമേ, വേഗം പ്രാവേ നിന്റെ ഈണവരാറ. പർവ്വതങ്ങളിളകി
അവനാര്? ഇവനത്ര മഹാനെന്ന് നോക്കുകയും ഇവനത്ര മഹാനെന്ന് നോക്കുകയും ഓ ഹല്ലേലൂയ. കർത്തന്നീ മരണത്തെ ജയിച്ചെഴുന്നേറ്റവൻ എല്ലാം ഒട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു മാത്രമേ. എല്ലാം ഒട്ടും മടങ്ങും എല്ലാ നാവും പാടിടും യേശു കർത്താവെന്ന് നമ്മുടെ മധ്യേ നമ്മോടൊപ്പമുണ്ട്. ഈ മനോബോധത്തിൽ കർത്താവിനെ സ്തുതിക്കാം. ഓ സ്തോത്രം ചെയ്യുന്ന കർത്താവേ, സ്തോത്രം ദൈവമേ, സ്തോത്രം കർത്താവേ, യേശുവേ സ്തോത്രം ദൈവമേ, സ്തോത്രം കർത്താവേ, സ്തോത്രം 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 സ്തോത്രം. ഈ ശുശ്രൂഷയുടെ അവസാനമായിട്ട് കർത്താരദാസൻ്റെ വിശ്വാസം പാസ്റ്റർ പ്രാർത്ഥിക്കുകയും കർത്താരദാസൻ സിഡി പാസ്റ്ററുടെ ആശീർവാദം പറയുകയും ചെയ്യും. പ്രാർത്ഥിക്കാം. കരുണാസമ്പന്നായ നല്ല ദൈവമേ, സ്വർഗീയ പിതാവേ, അനുഗ്രഹിക്കപ്പെട്ടതായ നല്ല സമയത്തെ ഓർത്ത് സ്തോത്രം. കർത്താവിൻ്റെ സ്നാനത്തിൽ കടന്നു വന്ന സമയം മുതലേയും കർത്താവിൻ്റെ മാറ്റമില്ലാത്ത കൃപയുടെ സാന്നിധ്യം കൂടായിരുന്നു. കർത്താവെ മകനീയമായ ശുശ്രൂഷ രാത്രി നടത്തപ്പെടുക കർത്താവിൻ്റെ ദാസനെ അവിടുന്ന് സഹായിച്ചതോർത്ത് സ്തോത്രം. സംബന്ധിച്ച എല്ലാതിനും മക്കളെ സഭയും എല്ലാ കുടുംബങ്ങൾക്കായി പ്രാർത്ഥിക്കുന്നു. കർത്താവെ ശുശ്രൂഷന്മാർക്കായി പ്രാർത്ഥിക്കുന്നു. എല്ലാതിനും മക്കളെ നിവാരണങ്ങളെ ഏൽപ്പിച്ച് പ്രാർത്ഥിക്കുകയാണ്. ദൈവകൃപയാൽ കർത്താവെ നടത്തുകയും സഹായിക്കുകയും ചെയ്യുമാറാണെന്ന് പ്രാർത്ഥിക്കുന്നു. സഭ അനുഗ്രഹിക്കപ്പെടാൻ ഇടയാക്കണമേ കർത്താവെ. ഭവനങ്ങളെ വിടുതൽ പ്രാപിപ്പാൻ കർത്താവ് സഹായിക്കണം. ശുശ്രൂഷ നടത്തുന്ന ദാസനെ കർത്താവ് ശക്തീകരിച്ചതിനായി സ്തോത്രം. ഈ സംബന്ധിച്ച് എല്ലാതിനും മക്കളെയും ധാരാളം അനുഗ്രഹിക്കണം, സഹായിക്കണം, കൃപ കൂടിയിരിക്കണം. യേശുവിൻ നാമത്തിൽ തന്നെ.